വാട്സപ്പിലെ നിങ്ങളുടെ പേര് സ്റ്റൈലിഷ് ആക്കാനും ഇനി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിൻ്റെ ടെക്സ്റ്റ് സ്റ്റൈലിഷ് ആക്കാനും ഇനി വാട്സപ്പിലൊക്കെ നമ്മൾ എന്തെങ്കിലും വിഷസ് അയക്കുന്ന സമയത്ത് അതിൻ്റെ ടെക്സ്റ്റ് ഡിസൈൻ ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി ഡിസൈൻ ഫൗണ്ടുകളുള്ള കീബോർഡുകൾ ലഭ്യമാണ്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും അവരവർ ഉപയോഗിക്കുന്ന കീബോർഡ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലെ കീബോർഡൊന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോയിൽ 2 ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ചില ഫോണിൽ ചില ആപ്ലിക്കേഷൻ സപ്പോർട്ട് ആകില്ല, അതുകൊണ്ടാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. വളരെ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷനാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. പക്ഷേ ആദ്യത്തെ ആപ്ലിക്കേഷൻ സംഭവ ബഹുലമാണ്, വളരെ മികച്ച ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സ്റ്റൈലിഷ് ടെക്സ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഇതിൻ്റെ ലോഗോയും പേരും ഒക്കെ നോക്കി വെക്കാം. ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഫസ്റ്റ് ഇവിടെ ലെറ്റ്സ് ഗോ എന്ന ബട്ടൺ ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഏത് ഭാഷയാണ് അത് സെലക്ട് ചെയ്യേണ്ടതാണ്. ഇതിൽ മലയാളം സപ്പോർട്ടാണ്, ആപ്ലിക്കേഷൻ്റെ ഭാഷയാണ് പറയുന്നത്. മലയാളം വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഇനി ആദ്യം നിങ്ങൾക്ക് ക്രിയേറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഫാറ്റ ടെക് എന്ന് എഴുതി തരാം. ഓക്കെ, ഇതുപോലെ നമ്മൾ എഴുതുകയാണെങ്കിൽ അതിൻ്റെ ഡിസൈനഡ് ആയിട്ടുള്ള നിരവധി ഫോണ്ടുകൾ നമുക്ക് ഇവിടെ വന്നിട്ട് കാണാം. ഇതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതാണ് സെലക്ട് ചെയ്യുന്നത്, എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. ഇനി നമുക്ക് ഈ ഫൗണ്ട് എന്തെങ്കിലും ഡിസൈനിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഞാൻ എഴുതിയ ഫൗണ്ട് വളരെ ഡിസൈനായിട്ട്. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് ഡൺ എന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് കോപ്പി എന്ന ഓപ്ഷൻ ഉണ്ട്, കോപ്പി ചെയ്യുക. ഇനി നിങ്ങൾക്ക് എവിടെയാണ് ഇനി ഈ വാട്സപ്പിലെ നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്കതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കാണാം വളരെ ഡിസൈനായിട്ട് തന്നെ നമുക്ക് വാട്സപ്പിലെ നെയിം ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൽ വേറെയും ഓപ്ഷൻ ഉണ്ട്. അതിനു മുമ്പ് നമുക്കിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആണ് എഴുതേണ്ടതെങ്കിൽ ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡിസൈനായിട്ടുള്ള നിരവധി ഹാപ്പി ബർത്ത്ഡേ കിട്ടും. നമുക്ക് ഇത് വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കമൻ്റായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഇതിലുള്ളത്. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നിങ്ങളിവിടെ ഫോർ യു എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആർട്ട് എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ എന്ത് വേണമെങ്കിലും എഴുതിയിട്ട് പോസ്റ്റർ നിർമ്മിച്ചിട്ട് അയക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, വാൾപേപ്പർ എല്ലാം നമുക്ക് മാറ്റാവുന്നതാണ്. വാൾപേപ്പർ ക്ലിക്ക് ചെയ്തിട്ട് ആരുടെയെങ്കിലും ഫോട്ടോ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് സ്റ്റൈലിഷ് ആർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതിൽ നിരവധി സ്റ്റൈലിഷ് ആയിട്ടുള്ള ആർട്ടുകൾ ഉണ്ടാവും. അതിൻ്റെ ഡിസൈനായിട്ടുള്ള ഒരുപാട് ആർട്ടുകളുണ്ട്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് അത് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ തന്നെ അവർക്കത് സെൻഡ് ആകുന്നതാണ്. അങ്ങനെ കുറച്ചധികം ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഏതാണെന്ന് കാണിച്ചു തരാം. പ്ലേ സ്റ്റോറിൽ ഫാൻസി നെയിം എന്ന് സെർച്ച് ചെയ്താൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് ഒരുവിധം എല്ലാ ഫോണിലും സപ്പോർട്ടാണ്. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഏതാണ് നെയിം അത് ഈ ടെക്സ്റ്റിൽ നിന്ന് ഒരു 200ഓളം ഫോണ്ടുകൾ ഇതിനകത്തുണ്ട്. അത് നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇതുപോലെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൻസി ആയിട്ടുള്ള ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ പരസ്യങ്ങളും കുറവാണ് ഈ ആപ്ലിക്കേഷനിൽ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ മറ്റേ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ആകുന്നില്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് പരിശ്രമിച്ച് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.